നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ച് 9 ദിവസം പിന്നിടുമ്പോഴാണ് കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് ഇളവുകളുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത്. റാബി സീസണായതിനാൽ കർഷകരുടെയും കാർഷികോൽപ്പന്ന വ്യാപാരികളുടെയും ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് ഇളവ്. പാസായ വിള ഇൻഷുറൻസ് വായ്പയിൽ നിന്ന് അക്കൗണ്ടുള്ള കർഷകർക്ക് ആഴ്ചയിൽ 25,000 രൂപ വരെ പിൻവലിക്കാം. വിള ഇൻഷുറൻസ് വായ്പാ പ്രീമിയം അടയ്ക്കാൻ 15 ദിവസത്തെ സാവകാശം അനുവദിച്ചു. കാർഷികോൽപ്പന്ന വാണിജ്യ കമ്മിറ്റികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യാപാരികൾക്ക് ആഴ്ചയിൽ 50,000 രൂപ വരെ പിൻവലിക്കാം. വിവാഹാവശ്യത്തിന് 2 ലക്ഷം രൂപയും അക്കൗണ്ടിൽ നിന്നെടുക്കാം. ആഴ്ചയിൽ കുടുംബത്തിലെ ഒരംഗത്തിന് മാത്രമേ പണം പിൻവലിക്കാനാകൂ. ഇതിനായി സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം നൽകണം. പണം പിൻവലിക്കാൻ കഴിയാത്തതുമൂലം വിവാഹങ്ങൾ പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് നടപടിയെന്ന് കേന്ദ്ര വാണിജ്യകാര്യ സെക്രട്ടറി ശക്തികാന്ത ദാസ് പറഞ്ഞു. For wedding ceremonies which are going on, up to 2.5 lakh rupees will be permitted to be drawn from the bank account. Now naturally again these accounts will have to be KYC compliant accounts. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ഇളവ് പ്രഖ്യാപിച്ചു. നവംബർ മാസത്തെ ശമ്പളത്തിൽ നിന്നും 10,000 രൂപ സി ക്ലാസ് ജീവനക്കാർക്ക് മുൻകൂറായി ലഭിക്കും. അതേസമയം നോട്ട് മാറ്റുന്നതിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. നോട്ട് മാറ്റി വാങ്ങാവുന്ന പരിധി 4,500 നിന്നും 2,000 കുറച്ചു. പണ ദൗർലഭ്യമല്ല, കൂടുതൽ പേർക്ക് അവസരം നൽകാനാണ് നിയന്ത്രണമെന്ന് ശക്തികാന്ത ദാസ് അറിയിച്ചു. ഇതിനിടെ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതികളിലുള്ള ഹർജികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹർജി നാളെ കോടതി പരിഗണിക്കും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.